ഹായ് മക്കളെ. ശ്രീകണ്ഠൻ സാർ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിയാണ് വന്നത്. ഒരുപക്ഷെ ഇത്രയും ആവേശമുള്ള കുട്ടികളെ സാർ ഇതുവരെ സന്ദർശിച്ചൊരിടത്തും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 5 വർഷം മുമ്പേ സൈലം നമ്മുടെ യാത്ര തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വിഷൻ ആദ്യമായി നമ്മൾ അവതരിപ്പിച്ച കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മനുഷ്യരുടെ നിരയിൽ ഒരാൾ ശ്രീകണ്ഠൻ സാറായിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറത്ത് നാം ഇവിടെ എത്തി നിൽക്കുമ്പോഴും അദ്ദേഹത്തെ ഈ ക്യാമ്പസിനകത്ത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു എന്ന സന്തോഷം സാർ ഇവിടെ വരുമ്പോൾ നമുക്കുണ്ട്. സ്വാഗതം ശ്രീകണ്ഠൻ സാർ. താങ്ക് യു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് കൂവി. അല്ല, എനർജി ഉണ്ടോ നോക്കിയത്. പക്ഷേ എനിക്കൊരു വിഷമേ ഉള്ളൂ, ഉയരം കുറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ, ഇതിനിടയ്ക്ക് നിൽക്കുന്നു അല്ലേ. അപ്പോൾ അവരെ ഞാൻ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം സൈലം ഇത്രയും വളർന്നു എന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കൊന്ന് ഇതേ ലിജീഷും ആനന്ദവും ഇവർ രണ്ടുപേര് 5 കൊല്ലത്തിന് മുമ്പ് കൊച്ചിയിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് ഇങ്ങനെ പല ആൾക്കാരും വന്ന് ഹിമാലയത്തോളം വളരുന്ന കാര്യങ്ങളൊക്കെ പറയും. നമ്മളതൊക്കെ കേൾക്കും. ചിലതൊക്കെ നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് തോന്നും. എന്നാൽ ഇവർ രണ്ടുപേരും വന്ന് നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ ഞങ്ങൾ അവിടെ അന്നേരം ഉണ്ടായിരുന്നവർ പരസ്പരം പറഞ്ഞു, ഇവരുടെ തലയിൽ എന്തോ ആളുതാമസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ആളുതാമസം ഉണ്ടെന്ന് മാത്രമല്ല, ഇവർ അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരെ കൂടി താമസിപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് ഇവരന്ന് നമ്മോട് പറഞ്ഞൊരു ഫിലോസഫിയും അവരുടെ ദർശനവും അതെല്ലാം അവർ നടപ്പിലാക്കി കുട്ടികൾക്കൊപ്പം സഞ്ചരിക്കും എന്നായിരുന്നു അവിടെ ഒരു വിഷൻ. കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സഞ്ചരിക്കും. മാത്രമല്ല, സൈലത്തിൻ്റെ ഏറ്റവും ഒരു നോൺ പ്രഖ്യാപനം അത് ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിലാണ് ലിജീഷ് പറഞ്ഞത്. അതെന്നെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചു. കാരണം പരാജിതരുടെ കൂടെ നിൽക്കുക, അതുപോലെ സമൂഹം അവഗണിക്കുന്ന കുട്ടികളുടെ കൂടെ നിൽക്കുക. പലപ്പോഴും നമുക്കറിയാം, പല വീടുകളിലും കേൾക്കും, തിരുമണ്ടന, പഠിക്കാൻ കൊള്ളത്തില്ല, എന്നാൽ മൂത്തവനെ കണ്ടു പഠിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഏറ്റവും അവഗണിക്കപ്പെട്ടു പോയ, നമ്മൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടെന്നൊക്കെ സാഹിത്യത്തിൽ പറയില്ലേ, അങ്ങനെ പറയുന്ന കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് സൈലത്തിന് എപ്പോഴും താല്പര്യമെന്ന് ലിജീഷ് രാവിലെ മോർണിംഗ് ഷോയിൽ തത്സമയം പറഞ്ഞു. നാട്ടുകാരെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മിടുക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ അത്രയും കഴിവുള്ളവരല്ല എന്നൊന്നും ആർക്കും വിചാരിക്കേണ്ട. നിങ്ങളുടെ കൂടെ സൈലമുണ്ട്. സൈലത്തിൻ്റെ വളർച്ചയിൽ തീർച്ചയായിട്ടും എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഇവരുടെ കുറച്ച് ആൾക്കാരുടെ കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്കറിയാം. രാവ് പകലാക്കി ഇവർ ജോലി ചെയ്തുകൊണ്ട് സൈലം ഈ ലെവലെത്തി. 5 കൊല്ലം കൊണ്ട് നന്നായി വളർന്നു. കേരളത്തിൽ ഇത്രയും സ്പീഡിൽ വളർന്ന മറ്റൊരു സ്ഥാപനം ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പ്രത്യേകിച്ച് ഒരു അക്കാദമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ 5 കൊല്ലം കൊണ്ടൊക്കെ ഇത്രയും വളർച്ച നേടുക അത്ര എളുപ്പമല്ല നമ്മുടെ നാട്ടിൽ. എന്തായാലും സൈലത്തിന് നേടാൻ കഴിഞ്ഞു. ഇനിയും മാത്രമേ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോയി കഴിഞ്ഞു. ഇനിയിപ്പം ലിജീഷിനെയൊക്കെ കാണണമെങ്കിൽ ഡൽഹിയിലും കർണാടകത്തിലുമൊക്കെ പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വലിയ വളർച്ചയുണ്ടായി, സന്തോഷം, അഭിമാനം. അപ്പോൾ ആദ്യമൊക്കെ 24ഉം ഫ്ലവേഴ്സും ഒക്കെ തന്നെ വളരെ ശക്തിയായിട്ട് ഇവരെ കൂടെ നിന്ന് ഇപ്പോഴും ഇവരെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊപ്പം സഞ്ചരിക്കുന്നു. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങളെ ആദ്യമേ ഞാനൊന്ന് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുക. ഒരു ചെറിയ പരിപാടി ഒരു 20-ാം തീയതി ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ കേരളത്തിൽ നടക്കുന്ന യാത്ര എന്ന് പറഞ്ഞാൽ രാസലഹരിയുടെ വ്യാപനം, അതിനെതിരായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ നടന്നത്. എനിക്കൊപ്പം KR ഗോപികൃഷ്ണനുണ്ട്, നമ്മുടെ 24 എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. പിന്നെ ആഷ്മി താജ് ഇബ്രാഹിം, നിങ്ങൾക്കറിയാം, എല്ലാറ്റിനും അപ്പുറം വാർത്താ അവതാരകനാണ്. ആഷ്മിയുടെ ഇൻട്രോ ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ ഇൻട്രോ കൊള്ളാമെങ്കിൽ കൂവുക, ഇല്ലെങ്കിൽ കൂവണ്ട. ഓക്കെ. അപ്പോൾ ആഷ്മി കിട്ടിയ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡായിട്ട് എടുക്കുക. ഈ കൂവല് ഗിന്നസ് വേൾഡ് റെക്കോർഡായിട്ട് എടുക്കുക. ഹൃദയത്തോട് ചേർത്ത് നോക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ നല്ല മനുഷ്യരെ കാണുമ്പോഴൊക്കെ കൂവുക. പക്ഷേ ബസ് സ്റ്റാൻഡിലേക്ക് വെച്ച് കൂവി കളയരുത്. റെഡി? അപ്പോൾ നല്ല കാര്യം. അപ്പോൾ നമ്മൾ പറയാൻ വന്നത്, ഞങ്ങൾ കേരളത്തിലിപ്പം 12 ജില്ല അല്ലേ അശ്വി? 12 ജില്ലകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് 12ാമത്തെ ജില്ലയിലെ ആദ്യ ദിവസമാണിത്. നമ്മൾ ഇനി കണ്ണൂരേക്കും കാസർഗോഡേക്കും വന്നു കഴിഞ്ഞാൽ കോഴിക്കോടേക്കും മടങ്ങി വരും. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ വലിയൊരു സമ്മേളനം നടത്തും. നമ്മൾ കണ്ട ഒരു കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വാർത്ത വായിക്കുന്നതൊക്കെ AC റൂമിലിരുന്നാണ്.
നമ്മുടെ ചിരിയൊക്കെ തന്നെ എ സിയുടെ പിൻബലത്തിലാണ്, നമ്മുടെ കരച്ചിലും എ സിയുടെ പിൻബലത്തിലാണ്. ഒരു ശീതീകരിച്ച മുറി ഇന്ന് ചിരിക്കാൻ എന്ത് രസമാണെന്നറിയോ? അതേസമയം 39-40 ഡിഗ്രി ചൂടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിരി വരത്തില്ല. അപ്പോൾ ചിരിയും കരച്ചിലും ഒരുപോലെ വരുന്ന പോലെ നാട്ടുകാർക്ക് തോന്നും. അപ്പോൾ അത്രയും യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു സങ്കടമായെന്ന് വെച്ചാൽ നമ്മൾ കണ്ട കേരളമല്ല യഥാർത്ഥ കേരളം എന്നുള്ളതാണ്. കേരളത്തിൽ വീണ്ടും പഠിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അൺലേൺ കേരളം എന്നൊക്കെ നമ്മൾ വളരെ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും കേരളത്തെ വീണ്ടും പഠിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കൊച്ചുകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ MDMA ഉപയോഗിക്കുന്ന ആളുകളാണെന്നുള്ള സത്യം നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്, ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. വയനാട്ടിലൊക്കെ നമ്മൾ ചെന്നപ്പോൾ ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരുപാട് ലഹരി എന്തുപറ്റി വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഓക്കെ, വയനാടെന്ന് പറയുന്ന സ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിലും ലഹരി കടത്തിക്കൊണ്ടുവരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വയനാടൊക്കെ ഒരു ഹബ്ബായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഊടുവഴികളിൽ, വനപ്രദേശങ്ങളിലുള്ള ഊടുവഴികളിലൂടെയൊക്കെ ഒരുപാട് പേർ നമ്മുടെ നാട്ടിലേക്ക് ഇതൊക്കെ കൊണ്ടിറക്കുന്നു. അപ്പോൾ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്ന എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവരെ ഒന്ന് വരട്ടാൻ തീരുമാനിച്ചു. അതായത് ഈ രാസലഹരി കേരളത്തിൽ വിൽക്കുന്നതിൽ നല്ല ഒരു സംഘം മലയാളികളുണ്ട്. അപ്പോൾ അവർ 50,000 രൂപ ചിലവാക്കിയാൽ സൈലത്തെക്കാളും വളരും അവർ 2 കൊല്ലം കൊണ്ട്. അത്ര കൂടുതൽ വളരാൻ കപ്പാസിറ്റി ഉള്ള മയക്കുമരുന്ന് വിൽക്കുന്ന മലയാളി സുഹൃത്തുക്കളുണ്ട്. അവന്മാർക്കൊരു അന്ത്യശ്വാസനം കൊടുക്കണം. ഒരു അൾട്ടിമേറ്റ് വാറാണിത്, ഒരു ലാസ്റ്റ് വാർ. അപ്പോൾ നമ്മൾ ഈ 1,00,000 ആൾക്കാർ കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുചേർന്ന് ഒരേ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ വിൽപ്പനക്കാരനായ നരാധമനും നാട് വിട്ടോളണം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കളയും എന്നുള്ള രീതിയിൽ നമ്മൾ വിളിച്ചു പറയും. ആ വിളിച്ചു പറച്ചിലിൽ നിങ്ങൾ അണിചേരുക. അപ്പോൾ കടൽ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ശബ്ദത്തെക്കാളും അതിന് ഉപരി ശക്തിയിൽ നമ്മൾ വിളിച്ചു പറയും, ഈ മണ്ണിൽ, ഈ കേരള നാട്ടിൽ ഇത് വേര് പിടിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളെല്ലാവരും അവിടെ വരിക ബീച്ചിലെ. കാരണം എന്നറിയോ, യങ്സ്റ്റേഴ്സിനെ, അതായത് നിങ്ങൾ സ്ഥലത്ത് നിങ്ങൾ വരത്തില്ലയോ? അയ്യോ, നിങ്ങളാ വരേണ്ടത്. കാരണം ഞങ്ങളൊക്കെ പാട് കിളവന്മാരായിപ്പോൾ ഇന്നോ നാളെ ഒന്നും ഇരിക്കുന്നവരാ, ഞങ്ങളടിച്ചങ്ങ് പോവും. നിങ്ങളൊക്കെയാണ് വരേണ്ടത്. നിങ്ങൾ വന്നാലേ. കാരണം എന്താണെന്നറിയാമോ, ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ 600 കേസുകൾ എടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. അതിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇത്തരം രാസലഹരി ഉപയോഗിക്കും. 4ാം ക്ലാസ് വെച്ചാൽ 9 വയസ്സ് പ്രായമുള്ള കുട്ടി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ 17% പെൺകുട്ടികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ രാസലഹരി കഴിച്ചാൽ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഒരു 7 കൊല്ലം കൂടെയൊക്കെ പോകും ആയുസ്. അതിന് മുമ്പ് അടിച്ചങ്ങ് പോവും. 7 കൊല്ലം, ഒരു 7 വർഷം. അപ്പോൾ മാത്രമല്ല, മാനസിക രോഗം ബാധിച്ച ആളുകളെ നിങ്ങൾ കണ്ടുണ്ടാകും. മനോരോഗം ബാധിച്ച ആൾക്കാർ ഏകദേശം മനോനില തെറ്റി മനോരോഗം ബാധിച്ച ആളുകളെക്കാളും കഷ്ടമായിരിക്കും ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. സ്വസ്ഥബുദ്ധി വർക്ക് ചെയ്യത്തില്ല, തലച്ചോറിലൊന്നും നടക്കത്തില്ല, കുറേ മിന്നൽ പിണർ മാത്രം കാണും. എല്ലാം ഹാലുസിനേഷൻസാണ്, ദുസ്വപ്നങ്ങൾ കണ്ട്. നമ്മളിവരെയൊക്കെ നേരിട്ട് അടുത്ത് പോയി എന്നാൽ ഭയചകിതരായിട്ട് ഇവർ നോക്കും. കണ്ണുകളിങ്ങനെ പുറത്തോട്ട് എഴുന്നള്ളി വരുന്നത് പോലെ നമുക്ക് തോന്നും. വല്ലാത്ത ഉത്കണ്ഠയാണ് എപ്പോഴും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്രമവാസന കൂടുതലായിരിക്കും. കൺമുന്നിൽ കണ്ടാൽ അമ്മയായാലും പെങ്ങളായാലും അവർ കത്തിയെടുത്ത് കുത്തും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ കുട്ടികളില്ല, രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളില്ലെങ്കിലും ഭയപ്പെടുത്തുന്നൊരു ഭാവി നമ്മളെ വേട്ടയാടുന്നുണ്ട്. അതായത് ഇതൊക്കെ കഴിച്ച് ലഹരി മൂത്ത് നടക്കുന്ന ആളുകൾ അക്രമവാസന പെരുകിയിട്ട് കൊലക്കത്തിയുമായിട്ട് നമ്മളെ നേരിട്ടൊന്ന് വരും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പം അയലത്ത് ഉള്ളവനായിരിക്കും വാതിലും ചവിട്ടി പറിച്ചെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുക. സിനിമാ തിയേറ്ററിൽ പോയി നിൽക്കുമ്പോഴോ, ബസ് സ്റ്റാൻഡിൽ വണ്ടി കാത്ത് നിൽക്കുമ്പോഴോ, ട്രെയിനിൽ കയറി ഇരിക്കുമ്പോഴോ ഇത്തരം ലഹരി മരുന്നിന് അടിമയായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അവർ നമ്മുടെ സമാധാന ജീവിതം കെടുത്തി കളയും. അപ്പോൾ ഈ സമാധാന ജീവിതം കെടുത്താൻ നമ്മൾ അനുവദിച്ചുകൂടാ. കാരണം ഈ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ കാലാവസ്ഥയും നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹം, സന്തോഷം, സൗഹൃദം, വാത്സല്യം ഇതൊക്കെ വളരെ കൂടുതലുള്ളൊരു മണ്ണാണ്. അപ്പോൾ ഈ മണ്ണിൽ നമുക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല എന്ന് വരാൻ പാടില്ല. മാത്രമല്ല, ഒരു 7, 8, 10 വയസ്സൊക്കെ ഉള്ള ഒരാളെ കൂൾ പോലെയുള്ള ചില മിഠായികളൊക്കെ ലഹരി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വശംവദരാക്കി കുറേശ്ശെയായിട്ട് തീവ്രമായിട്ടുള്ള ലഹരി കൊടുത്ത് അവസാനം രാസലഹരി, നമ്മൾ മോമനെ പേരിട്ട് വിളിക്കുന്ന സിന്തറ്റിക് ലഹരികൾ കൊടുത്ത് ആളുകളെ നശിപ്പിച്ച് കളയുക. ഞങ്ങൾ വയനാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു MDMA-കാരനെ കണ്ടുമുട്ടി സന്ദർഭവശാൽ. അവൻ ചോദിച്ചു, സാധനം വേണേൽ 1 മണിക്കൂറിനകം നമ്മൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അതായത് കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു പാലത്തിൽ നിൽക്കുമ്പോഴാണ് അവനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സഹൃദയനായ VP ഉണ്ണികൃഷ്ണൻ അയാളോട് പറയുന്നത്, 3 പെൺമക്കളുടെ പിതാവല്ലേ, താങ്കൾ ഈ പണി ചെയ്യുന്ന കുട്ടികളെയൊക്കെ ഇങ്ങനെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം കുറച്ച് കാശ് ആവശ്യമുണ്ട്, അത് കിട്ടിയാൽ ഞാൻ പണി കൃത്യമാക്കാമെന്ന് പറഞ്ഞു.
കാര്യം അത് കിട്ടാൻ വേണ്ടി, അതായത് 30,000 രൂപ ചിലവാക്കിയാൽ 3 ലക്ഷം രൂപ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഈ രാസലഹരി വിൽപ്പന എന്ന് പറയുന്നത്. പഞ്ചസാര മണത്തരി പോലിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. അപ്പം ഒരു ഏറ്റവും കടുപ്പിച്ച ഒരു സാഹചര്യം നമുക്ക് കേട്ടാൽ പേടി തോന്നും. നിങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ നമുക്ക് ഉദ്ദേശമില്ല. അമ്മമാർക്കൊക്കെ വലിയ ഭീഷണിയാണ്. ഒരമ്മ തന്നെ ഈ MDMA അഡിക്റ്റായ ഒരു മകനെ പിടിച്ചു കൊടുത്ത കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. MDMA എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം, ഈ താമരശ്ശേരിയിൽ ഒരുത്തൻ MDMAയുടെ കവർ പോലീസിനെ കണ്ട് പേടിച്ചിട്ട് വിഴുങ്ങി ആമാശയത്തിൽ കിടന്ന് കവർ പൊട്ടി അവൻ ചത്തുപോയി. അപ്പം അത്രയും കടുപ്പം പിടിച്ച സാധനമാണ്. അപ്പം നിങ്ങളോട് കാണാൻ വഴിയരികിൽ വെച്ചോ സൈലത്തിൻ്റെ വാതിൽക്ക് നിൽക്കുമ്പോഴോ പരിചയമില്ലാത്ത ഒരാൾ നല്ലൊരു മിഠായി തരാൻ മോള് കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങി കഴിക്കരുത്. എന്ന് മാത്രമല്ല ഇവൻ്റെ മുഖത്തൊരാട്ടാട്ടി പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വേണം. പരിചയമില്ലാത്തവർ എന്ത് തന്നാലും ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തായിരുന്നു? പരിചയമില്ലാത്തവർ ഞാൻ പറഞ്ഞു, പരിചയമുള്ളവർ കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. അതല്ല, ഞാനിപ്പോൾ എൻ്റെ യാത്രയിലുടനീളം എൻ്റെ സുരക്ഷ നോക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. ഭാര്യ ഒന്ന് കയറും. ഇതാണ് എൻ്റെ ഭാര്യ. ഓക്കെ. അപ്പോൾ ഞാനിതിൻ്റെ വഴി യാത്രക്കിടയിൽ ഒരമ്മ വന്നിട്ട് കുറച്ച് ഉണ്ണിയപ്പം സ്നേഹം കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ കൊതി കൊണ്ടൊരു ഉണ്ണിയപ്പെടുത്താൻ കഴിച്ച്. അപ്പം ഭാര്യ ഇങ്ങനെ ഇട്ട് കുത്തി, എന്നിട്ട് പറഞ്ഞ് കഴിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞു. ഏതെങ്കിലും MDMA-കാരൻ ഇത് അവർ കൊടുത്തയച്ചതാണെങ്കിൽ എൻ്റെ യാത്രയും മുടങ്ങി, ജീവിതവും മുടങ്ങി, ചീട്ടും കീറി, അതോടെ പത്രത്തിൽ വാർത്തയും വരും ഒരാൾ കൊല്ലപ്പെട്ടു എന്ന്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അത് അത്ര പേടിയായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പരിചയമല്ലാത്ത ആൾക്കാർ എന്ത് തന്നാലും നിങ്ങൾ വാങ്ങി കഴിക്കണ്ട കുറച്ച് കാലത്തേക്കെങ്കിലും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും പെൺകുട്ടികൾ പറയേണ്ട ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, പോടാ എന്ന്. അത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളണം. കാര്യം ഞങ്ങൾ ആണുങ്ങൾക്കുണ്ടല്ലോ, പുരുഷന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പെൺപിള്ളേരുടെ ആട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാ. ഞങ്ങൾ ഉടനെ സ്ഥലം കാലിയാക്കും. അതുകൊണ്ട് നിങ്ങളത് എപ്പോഴും ആ ആയുധം ആദ്യം എടുക്കരുത്. ഇത് അവസാനം എടുക്കേണ്ട ആയുധം. ഇത് ആദ്യമേ പ്രയോഗിച്ച് ഞങ്ങളെ നശിപ്പിക്കരുത്. ആദ്യം പ്രയോഗിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ അമ്മമാർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. നമ്മൾ യാത്രക്കിടയിൽ കണ്ട അമ്മമാരൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഇതിന് അഡിക്റ്റായി വെളിയിലെങ്ങാണോ എന്തെങ്കിലും കാര്യത്തിന് കമ്പനിയെ കൂടാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവനെ കൊലക്കത്തിയുമായിട്ട് കയറി വന്ന് അമ്മയെ കുത്തി പരിക്കേൽപ്പിക്കില്ലെന്ന് ആരറിഞ്ഞു? മാത്രമല്ല അമ്മയായിട്ട് കാണുന്നില്ല, അമ്മയൊരു സ്ത്രീയായിട്ട് കാണാൻ താല്പര്യമുള്ള MDMA അഡിക്റ്റുകളുണ്ട് കേരളത്തിൽ. അതുപോലെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. സാരി ഉടുത്ത് ക്ലാസ് എടുക്കാൻ പോയി എന്നാൽ കമൻറ്റുകൾ പറയുക, വൃത്തികെട്ട കമൻറ്റുകൾ പറയുക. അത് കാരണം ടീച്ചേഴ്സെല്ലാം ചുരിദാറിലേക്ക് വേഷം മാറുക. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ പോലീസൊക്കെ വളരെ സജീവം, എക്സൈസുകാരൊക്കെ വളരെ സജീവമാണ്. പെട്ടെന്ന് കേരളം ഈ യാത്രയുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ തൊലി കറുത്തു തുടങ്ങി ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഗോപികൃഷ്ണനും ആഷ്മിയൊക്കെ ഇങ്ങനെ നടപ്പ് തുടരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കേരളത്തെ മനസ്സിലാകുന്നു എന്നതൊരു കാര്യം. എന്നാൽ അതിനുപരി കേരളത്തിലുടനീളം ഒരു വലിയ അവബോധം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ഏതെങ്കിലും കള്ള് ഷാപ്പിൽ പോയിട്ട് ഒരു കുപ്പി കള്ളും കുടിച്ചിട്ട് ഇറങ്ങി വരുന്നത് പോലെ അല്ല ഈ MDMA പോലുള്ള മാസ്മരമായ മാരക ലഹരി. ഇതിൻ്റെ പേര് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, എക്സ്റ്റസി എന്നറിയപ്പെടുന്നത്. ഹർഷോന്മാദം എന്ന് മലയാളത്തിൽ പറയുന്ന എക്സ്റ്റസി എന്ന ഓമന പേരിട്ട് വിളിക്കുന്നതെന്നാണ് നമ്മുടെ ഗവേഷണ വിഭാഗം. നമ്മുടെ കൂടെ ഒരു ഗവേഷണ സംഘം കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇതേക്കല്ല ഇന്നപ്പുറത്തൊരാൾ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളം കടന്നു പോകുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു ആസുര കാലത്തിലൂടെയാണ്. എന്തും സംഭവിക്കാം. നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന് കവി പറഞ്ഞതുപോലെ അപകടകരമായൊരു കാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ കാലത്ത് നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വീട്ടമ്മയുടെ കണ്ണുനീരിന് കാരണമാകുന്ന ഈ മാരകമായ ലഹരിക്ക് അറുതി വരണം. അതായത് എവിടെയാണിത് ശേഖരിച്ചു വച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ നമുക്ക് പറ്റിയൊരു ബോംബ് കൊണ്ടിട്ടേക്കണം അവിടെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളുടെ യാത്ര തുടരുന്നത്. ഉറവിടം തേടി നമ്മൾ യാത്ര നടത്തുകയല്ല, ഉറവിടം കണ്ടെത്താനും ഉറവിടം നശിപ്പിക്കാനുള്ള എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോലീസിനും എക്സൈസിനും മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്കിത് പറയാനേ പറ്റൂ. നമ്മൾ മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ 2 ഭാഗം ഉണ്ടാവും. ഒരു ഭാഗം എല്ലാവരെയും കാണിക്കാൻ പറ്റുന്നത്, രണ്ടാമത്തെ ഭാഗം കോൺഫിഡൻഷ്യൽ ആയിരിക്കും.
അതായത് കേരളത്തിൽ ഇതൊക്കെ വിറ്റഴിക്കുന്നവന്മാരുടെ കളർ ചിത്രം ഉൾപ്പെടെ അവൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ റെയ്ഡുകൾ, തുടർച്ചയായിട്ടുള്ള റെയ്ഡുകളിലൂടെ ഈ ഉറവിടങ്ങളെല്ലാം തകർത്ത് കളയണം. കർണാടകം പോലെയുള്ള സംസ്ഥാനത്ത് നിന്നൊക്കെ ഇത് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ലാസ്റ്റ് വാർ, ഒരു അൾട്ടിമേറ്റ് വചനം, ഒരു അന്ത്യശാസനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ബീച്ചിലാണ്. അപ്പോൾ കടപ്പുറത്തേക്ക് നിങ്ങൾ വരണം. സാധാരണ ബീച്ചിൽ പോകുന്ന പോലെ വരരുത്. നിങ്ങളൊക്കെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് പോരുക. കാരണം നമ്മളൊരു യുദ്ധത്തിൻ്റെ പോരാളികളെ പോലെ കടപ്പുറത്ത് നിന്ന് നമ്മൾ വിളിച്ചു പറയും, കേരളത്തിന് ഈ അക്രമത്തിന് കാരണമാകുന്ന ഈ രാസലഹരി വിൽപ്പന നമ്മൾ അനുവദിക്കില്ല. അവസാനത്തെ രാസവിൽപ്പനക്കാരനും കേരളം വിട്ടുപോകണമെന്ന് നമ്മൾ ഒരേ ശക്തിയിൽ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങളൊക്കെ വരാൻ റെഡിയാണോ? ഏത് തീയതി, സമയം എപ്പോ? അപ്പോൾ കണ്ട സമയം വൈകുന്നേരം 4 മണി. ഡേ ഏതാ? സ്ഥലം എപ്പോഴാ? സ്ഥലം എവിടെ? അപ്പോൾ ഒന്ന് ഞാൻ പറയാം, കോഴിക്കോട് ബീച്ചിൽ ഞായറാഴ്ച വൈകുന്നേരം 20-ാം തീയതി 4 മണിക്ക്. ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ്. നന്നായി. അപ്പോൾ ഞാൻ സൈലം കീ. ഓക്കെ, അപ്പോൾ സന്തോഷം. നിങ്ങൾ സൈലമെല്ലാം നീങ്ങി അങ്ങോട്ട് വരിക. അനന്തും ഒക്കെ ലിജീഷും ഒക്കെ അവിടെ ഉണ്ടാകും. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും എല്ലാം അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ മുന്നിൽ നിർത്തി തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ ഈ യാത്രയ്ക്ക് സൈലം ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ് സൈലവും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരേ യാത്ര ഏകദേശം ഇവർ കുറച്ച് താമസിച്ച് നടത്തിയെങ്കിലും നമ്മളിപ്പോഴും ഒന്നിച്ചു പോകുന്നവരാണ്. അപ്പോൾ സൈലം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ യാത്രയിൽ നമ്മൾ വാക്കുകളിൽ പറഞ്ഞാൽ ഒന്നും ഉപചാരപരമാക്കി അത് കുളവാക്കുന്നില്ല. എന്നാൽ പോലും സൈലത്തിനൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കും. അത് KR ഗോപികൃഷ്ണൻ്റെ കയ്യിൽ ആ പ്രതിജ്ഞ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഗോപികൃഷ്ണൻ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് 24-ൻ്റെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എൻകൗണ്ടറിലും ഒക്കെ വാർത്താവതാരകനായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗോപി, അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഏതായാലും സൈലത്തിലെ കുട്ടികൾ, ഞങ്ങൾ ഈ ലഹരിക്കെതിരായി നടത്തുന്ന യാത്രയിൽ നിങ്ങൾ ഇതിൽ പങ്കുചേരാൻ വന്നത് ഞങ്ങൾക്കുള്ള വലിയ പിന്തുണയായിട്ട് കരുതുകയാണ്. അപ്പം അല്ല, ഇത് 10-10,000 കുട്ടികളുള്ള ക്യാമ്പസാണ്. അതിൽ ഏറ്റവും അവരുടെ ഒരു ക്രീം പ്രതിനിധികളായി ഇവരെ കണ്ടാൽ മതി. അപ്പം ഇവർ ചൊല്ലുന്നത് ഒരു 10,000 പേർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ ശീലിക്കേണ്ട ഒരു കാര്യം നോ ആണ്. നോ പറയാൻ ധൈര്യമുള്ള ഒരാൾ, അരുത്, വേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാൾ ജീവിതത്തിൽ വിജയിക്കും. അപ്പോൾ പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് നോ പറയണം. അപ്പോൾ നമ്മൾ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ്. നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ കൈകൾ നിവർത്തിപ്പിടിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു. ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, സുന്ദരികളെ, സുന്ദരന്മാരെ, ഈ സൈലം എന്ന് പരസ്യത്തിൽ കേൾക്കുമ്പോൾ ഇത്ര ഗംഭീരം ഒരു പ്രസ്ഥാനമാണെന്ന് കരുതിയിരുന്നില്ല. സൈലം ഗംഭീരമാണ്. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. SKN പറഞ്ഞു, അത് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ 16-ാം തീയതി തുടങ്ങിയ യാത്രയാണ്. ഇതാ 12ാമത്തെ ജില്ലയാണ്. 2 ജില്ല മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമ്മൾ ഈ കണ്ട കാഴ്ചകൾ അതൊന്നും പറയാതിരിക്കലാണ് നല്ലത്. അങ്ങേയറ്റം ഭീകരമായ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കണ്ടു, നമ്മൾ കേട്ടു. SKN നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ഗവേഷണ പേപ്പർ തയ്യാറാക്കി സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു ഗവേഷക സംഘം നമുക്കൊപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഗവേഷക സംഘം എന്ന് പറഞ്ഞാൽ അവർ MDMA കിട്ടാൻ എവിടെ കിട്ടും എന്ന രീതിയിൽ അന്വേഷിക്കുന്ന ഒരു പ്രച്ഛന്ന വേഷത്തിൽ നടക്കുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരാളോട്
ഒരു വിദ്യാർത്ഥി പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? ഇവിടെ പൈസ കൊടുത്താൽ നല്ല MDMA കിട്ടാനില്ല. MDMA എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കുട്ടികൾക്കറിയാം എന്താണ് മെഥിലീൻ ഡയോക്സി അറിയൂലേ? പക്ഷെ അറിയണം എന്ത് പ്രശ്നം എന്നറിയോ? ഈ സംഭവം എന്ന് പറഞ്ഞാൽ മെഥിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന രാസലഹരിയാണ്. ഇതിൽ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിന്റെ സമ്പൂർണ്ണ രാസനാമം 3,4 മെഥിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നുള്ള സംഭവമാണ്. ഉണ്ടോ? ന്യൂറോണുകൾ തമ്മിലുള്ള സ്പേസിന്റെ പേരെന്താ? ന്യൂറോണുകൾ തമ്മിലുള്ള സ്പേസിന്റെ പേരെന്താ? സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പോൾ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിന് ഇടയ്ക്ക് പോയിട്ട് ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മുടെ നാഡീവ്യവസ്ഥയെ തകർത്ത് മനുഷ്യനെ മുടിച്ച് ഇല്ലാതായി കളയുന്ന ഒരു മാരക കെമിക്കലാണ് ഈ സാധനം. ഇത് മറ്റൊന്നും പോലെയല്ല, ഇത് കെമിക്കൽ തന്നെയാണ്, പ്യുവർ ഡ്രഗാണ്. ഇത് കില്ലർ ഡ്രഗിന്റെ ഗണത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനടുത്തൂടെ പോവേ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ട ഉറപ്പ്. നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിദ്യാർത്ഥി പറഞ്ഞ എന്താണെന്നറിയോ? പൈസ കൊടുത്താൽ നല്ല MDMA കിട്ടാനില്ല, വ്യാജമാണ്. എന്താണ് പ്ലാസ്റ്റിക് കത്തിക്കുന്ന മണമുള്ള വ്യാജമുള്ള MDMA അജിനാമോട്ടോ പൊടിച്ചു ചേർക്കുന്നു തുടങ്ങിയൊക്കെയാണ് അവൻ്റെ പരാതി. അപ്പോൾ അവൻ പറയാണ് അപ്പുറത്തെ ജംഗ്ഷനിൽ പോയാൽ നല്ല MDMA കിട്ടും എന്ന് പറഞ്ഞ് ഒരു പയ്യൻ, അവൻ്റെ പ്രായം നമ്മൾ പറയുന്നത് അത്ര ചെറിയ പ്രായമാണ്. വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി MDMA അഡിക്റ്റായി ഞെട്ടിക്കുന്ന കഥ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം കുറച്ച് സാഹചര്യം ഭീതമാണ്. നമ്മളൊന്ന് ജാഗ്രതയോടെ ഇരിക്കണം. നേരത്തെ ആര് മുട്ടായി തന്നാലും വാങ്ങണ്ട എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയണ്ട. പക്ഷെ ഒരു ജാഗ്രത ശരിയാ. എന്തായാലും നമ്മുടെ കവി കടമനിട്ട് പറയുന്നത് പോലെ എന്താണ് കാവിനുള്ളിലെ കിളിപ്പാട്ട് കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ, കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്നൊരു ജാഗ്രത മാത്രം ഈ കാലത്ത് നമ്മൾ ഉണ്ടാവണം അല്ലേ? യെസ്. അപ്പോൾ ആ ജാഗ്രത ഉണ്ടാവണം. അതെ അപ്പോൾ ആ ജാഗ്രത ഉണ്ടാവണം. ആ ജാഗ്രതയിൽ കോഴിക്കോട്ടേക്ക് നമ്മൾ എന്തായാലും വരണം. അവിടെ നമ്മൾ കോഴിക്കോട് കടലിന് സമാന്തരമായ ഒരു മനുഷ്യ മഹാസമുദ്രം നമ്മൾ തീരും. ആ മനുഷ്യ മഹാസമുദ്രം ഈ പറഞ്ഞ MDMA സാമ്രാജ്യങ്ങളോട് ഗെറ്റ് ഔട്ട് എന്ന് വിളിച്ചു പറയും. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ മുഖം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എനിക്ക് വേണ്ടി കൂവിയ കൂവൽ എൻ്റെ ഹൃദയത്തിലുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം കേട്ടോ. നമ്മൾ അവസാനത്തെ നരാധമനും വണ്ടി കയറുമെന്ന് നമ്മൾ കടൽക്കരയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സൈലത്തിൻ്റെ ബോർഡൊക്കെ പിടിച്ച് അല്ലേ, ഒരു ബാനറൊക്കെ പിടിച്ചിട്ട് ഈ ശക്തിയുള്ള കൂവൽ അവിടെ കൂവിയേക്കണം. ഓക്കെയാണല്ലോ? ഹോസ്റ്റലാണോ? അല്ല, അത് നമുക്ക് ഹോസ്റ്റലൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ സൈലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനമല്ലേ, നമ്മൾ പറഞ്ഞിടത്തല്ലേ കാര്യങ്ങളുള്ളൂ. നിങ്ങളെന്ത് വിചാരിക്കും? അപ്പോൾ ഗോപി ഇനി സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അല്ല, ഞാൻ സാറിന് പരിചയപ്പെടുത്തേണ്ട 1-2 പേർ ഇവിടെ ഉണ്ട്. ഒന്ന്, ഇവരുടെ ക്യാമ്പസിൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ ലിനീഷ് സാറാണ്. താങ്ക് യു. അപ്പോൾ SKN സാർ ആക്ച്വലി ഇങ്ങോട്ട് വന്നത് ഒരു വലിയ രക്ഷിതാവായിട്ടാണ് നമ്മുടെ അടുത്തേക്ക്. കാര്യം നമ്മുടെ 10,000 കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേരളത്തിൻ്റെ രക്ഷിതാവായിട്ടാണ് ആക്ച്വലി SKN സാർ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ സ്വാഗതം ചെയ്തു. സാർ പറഞ്ഞെല്ലാം വളരെ വ്യക്തമായി കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം നമ്മുടെ ക്യാമ്പസുകളിൽ ഇതിനെ നമ്മൾ ഇതുവരെ അടുപ്പിച്ചിട്ടില്ല, ഇനിയും നമ്മൾ അടുപ്പിക്കുമോ? ഇല്ല. നമ്മളെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഇൻസിഡൻറ്റുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഇനി റിപ്പോർട്ട് ചെയ്യുകയുമില്ല, നമ്മൾ അടുപ്പിക്കുകയുമില്ല. ആ രീതിയിലാണ് നമ്മുടെ ക്യാമ്പസ് മുന്നിലേക്ക് പോകുന്നത്. നമുക്കറിയാം. ഇനി അടുത്തൊരു കാര്യം സാർ, നമ്മളിവിടെ ഏകദേശം നമുക്ക് ഒരു 8,000 കുട്ടികൾ നീറ്റിലും ഒരു 2,000 കുട്ടികൾ അപ്പുറത്ത് നമ്മുടെ JE ക്യാമ്പസിലുമാണ് പഠിക്കുന്നത്. ഈ സൈലം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളോട് ചോദിച്ചാൽ, സൈലമാണ് ശരിക്കും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ഒരു പ്രത്യേക ലെവലുള്ള കുട്ടികൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന നീറ്റ് JE പോലുള്ള കോച്ചിങ് കേരളത്തിലുള്ള എല്ലാ ലെയറുള്ള കുട്ടികൾക്കും പ്രാപ്യമാക്കി കൊടുത്തെന്ന് മാത്രമല്ല, അത് റിസൾട്ടാക്കാൻ നമുക്ക് പറ്റി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ രീതിയിൽ വന്ന എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെ സംശയമായി വന്ന കുട്ടികൾ ഒരുപാട് റിസൾട്ട് കൊണ്ടാണ് നമ്മൾ മുന്നിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ആഷ്മി ചോദിച്ച ചോദ്യത്തിന് നമ്മളെ കുട്ടികൾ മുഴുവൻ മറുപടി പറഞ്ഞു. അത് നീറ്റിലെ ക്വസ്റ്റ്യനാണ് നേരത്തെ ചോദിച്ചത്. ഓക്കെ, എനിവേ കൺഗ്രാജുലേഷൻസ്. ഞാൻ നേരത്തെ പറയാൻ പറ്റില്ല, മൈക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ കുട്ടികൾ എല്ലാം ഇതിൻ്റെ അവബോധമുള്ള കുട്ടികളാണ്. സാറുടെ ഈ സന്ദർശനം അത് കൂടുതൽ അവർക്ക് കരുത്തു പകരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ വളരെ അടിപൊളിയായിട്ട് മുന്നിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു ലിനീഷ് സാർ. അടുത്തത് ജാബിർ സാറാണ്. ജാബിർ സാറ്
മൊത്തം സൈലം പ്രോഗ്രാമിൻ്റെ അക്കാഡമിക് മാനേജരാണ്. ഹായ്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്നതിൽ സൈലത്തിന് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് ലിനീ സാറ് പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഓൺലൈനും ഓഫ്ലൈനായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഈ ഒരു തരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ് അവർ മറ്റൊരു ഇമോഷൻസ് തേടി പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈലം മുന്നോട്ട് വെക്കുന്ന മോട്ടോ എന്ന് പറയുന്നത് സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് ആണ്. അത് ട്യൂഷനിലാവട്ടെ ഓൺലൈനിലാവട്ടെ. നമ്മുടെ ഹൈബ്രിഡിൽ കഴിഞ്ഞ വർഷം നമുക്ക് 4 ക്യാമ്പസ് ആണെങ്കിൽ ഇപ്രാവശ്യം നമ്മളത് 9 ക്യാമ്പസിലേക്ക് നമ്മുടെ കണ്ണൂരും അതേപോലെ തന്നെ കോട്ടക്കലും കൊല്ലവും ആലപ്പുഴ ഉൾപ്പെടെയുള്ള പുതിയ ക്യാമ്പസുകൾ കൂടി ആഡ് ചെയ്തു. 20ഓളം ട്യൂഷൻ സെൻ്ററുകളായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന മുഴുവൻ കുട്ടികളെയും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാർത്ഥികളാക്കി അവരെ സമൂഹത്തിനും പാരൻസിനും ഉതകുന്ന കുട്ടികളാക്കി മാറ്റുന്നതിൽ സൈലം വലിയൊരു ഭാഗമാവുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് നൽകാനുള്ളത്. SKN സാർ, ഒരു കാര്യം കൂടി. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ച് ഒരു 24 മണിക്കൂറും ലൈവായിട്ട് പോകുന്നൊരു യൂട്യൂബ് ചാനൽ ഇതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതിൻ്റെ കേരളത്തിൽ നടക്കുന്ന ഈ SKN40 ലൈവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ SKN40 ലൈവ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ ഇപ്പോൾ ലൈവായിട്ട് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ കൂവലും ബഹളവും എല്ലാം വീട്ടിൽ നിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ SKN40 ലൈവിൽ ഇപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അത് SKN40 ലൈവ് പോയിക്കൊണ്ടിരിക്കുക. അവിടെ കണ്ടില്ലേ? താഴെയല്ല, മേളോട് പോകും കുഞ്ഞ്. അവിടെ ഫ്രണ്ടിൽ ആ വണ്ടിക്കകത്ത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ട് കാണണമെന്ന് വെച്ചാൽ ഇതിനകത്ത് വല്ല പ്രത്യേക വിവരങ്ങളുണ്ടെങ്കിൽ, അതായത് ആരെയൊക്കെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് പരസ്യപ്പെടുത്തണമെന്ന് തോന്നിയാൽ ഞങ്ങൾ അതിൽ ഇടും. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് പട്ടണത്തിൽ കാണാൻ വെച്ച് ആ ചേട്ടന്മാരെ കണ്ട കൈകാര്യം ചെയ്തോളണം. ഞാൻ അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരാട്ടാട്ടി വിട്ടേക്ക് അല്ലേ, ആട്ട് വരും. ഓക്കെ സാർ, കൂടുതൽ പേർ ഇവിടെ പരിചയപ്പെടുത്തേണ്ടവരുണ്ട്. അവരിലേക്ക് സമയത്തിൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ വരുന്നില്ല. നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ ഷനോയ് സാർ ഇവിടെയുണ്ട്, സൂരജ് ഇവിടെയുണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. 24ൻ്റെ ഭാഗത്തു നിന്നും നമ്മളുടെ പ്രിയപ്പെട്ട ദീപക് ധർമ്മടം ഇവിടെയുണ്ട്. കുറേ പേർ ഇവിടെ എല്ലായിടത്തുമായി ഉണ്ട്. സൈലത്തിൽ അധ്യാപകരെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു യാത്രയിലാണ്. SKN40 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്താമാധ്യമ ജീവിതത്തിൻ്റെ അതിഗംഭീരമായ 40 വർഷങ്ങളുടെ യാത്രയുടെ സെലിബ്രേഷൻ കൂടിയാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കുഞ്ഞുനാൾ മുതൽ കണ്ടു തുടങ്ങിയ ഒരു സ്വപ്നത്തിന് പിന്നാലുള്ള, ഇവർ ജനിക്കുന്നതിന് മുമ്പേ സാറിൻ്റെ യാത്ര തുടങ്ങി. ഇവരും വലിയൊരു സ്വപ്നത്തിന് പിന്നാലെയുള്ള യാത്രയിലാണ്. മെയ് 4-ാം തീയതി ഇവരെല്ലാവരും നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി, മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോവുകയാണ്. ഇവർക്കെല്ലാവർക്കും ഉള്ള സാറിൻ്റെ ഒരു ആശംസ കൂടെ പറഞ്ഞ്, അല്ലെങ്കിൽ സൈലം പ്ലാറ്റ്ഫോമിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളുടെയും പരീക്ഷയ്ക്കുള്ളൊരു ആശംസ കൂടെ പറഞ്ഞ് സാറിൻ്റെ യാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഇവരെല്ലാവരുടെ ഭാഗത്ത് നിന്നും നേർന്നുകൊണ്ട് നിർത്താം. 20-ാം തീയതിത്തെ കാര്യം നമ്മൾ അറേഞ്ച് ചെയ്യും, ഡോണ്ട് വറി. ഓക്കെ. അപ്പോൾ സൈലത്തിൻ്റെ കീഴിൽ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾ വിജയിക്കും. എൻ്റെ നാവ് പൊന്നാന്ന് ഞാൻ തന്നെ പറയും, തള്ളല. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും വിജയിക്കും. നല്ല ആത്മവിശ്വാസത്തോടെ പോയി എഴുതുക. ആ പരീക്ഷ ഈ 4-ാം തീയതി നടക്കാൻ പോകുന്നത്. മെയ് 4-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ പരീക്ഷ നിങ്ങളെല്ലാം ജയിക്കും. ജയിച്ചു കഴിഞ്ഞ് നിങ്ങളെന്നെ അറിയിക്കണം. ഓക്കെ. താങ്ക് യു. നമ്മുടെ ലിജീഷിനെയോ അതല്ലെങ്കിൽ ഡോക്ടർ അനന്തുവിനെ അറിയിച്ചാൽ മതി, അവർ നമ്മളെ അറിയിച്ചോളും. അല്ലെങ്കിൽ എന്നെ തിരക്കി നടക്കണ്ട. ഇനി ഞങ്ങൾ പരീക്ഷ എന്ന് ചോദിച്ചു, പുള്ളി ഒന്ന് കാണണമായിരുന്നു എന്ന് വിചാരിച്ച് നടക്കണ്ട. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ 20-ാം തീയതി ഉച്ചയ്ക്ക് നമ്മൾ ബീച്ചിൽ കാണും. അവിടെ ബീച്ചിൽ കാണുമ്പോൾ നമ്മൾ പ്രത്യേക ഭക്ഷണം ഒരുക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. അപ്പം ശ്രീകണ്ഠൻ സാറും അതേപോലെ ഹാഷ്മിയും ഗോപികൃഷ്ണൻ സാറും എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഒരിക്കൽ കൂടെ നമുക്ക് കയ്യടികളോടെ എല്ലാവരെയും യാത്രയാക്കാം. താങ്ക് യു. ലിജീഷിന് ഞങ്ങളൊരു വലിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന. എത്ര മോഹവില? 500 കോടിയാണ് മോഹവില. യഥാർത്ഥ വില 364. അതെ. ഏറ്റവും ടോപ്പിൽ കൂവിയത് ആരാ? നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തത്. അയാൾക്കുണ്ടൊരു ഗിഫ്റ്റ്. ഏറ്റവും ഉച്ചത്തിൽ കൂവിയ ആരാന്ന് വെച്ചാൽ ആരാ? വരൂ. സൈലൻസ്. ഒന്നുകൂടെ കൂവി.
ഉണ്ടല്ലേ. ആഗ്രഹം കൂടി ഉണ്ട്. ഞാൻ പറയട്ടെ, സാർ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ ലൈവായിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? സാറിന്റെ ഒരു കോടി ഷോ ഓർമ്മയുണ്ടോ? ആ 1 കോടി ഷോ അതെന്റെ വല്യമ്മ സ്ഥിരമായി കാണാറുണ്ട്. അപ്പൊ എപ്പോഴും എന്നോട് പറയും ശ്രീകണ്ഠൻ നായരെ കാണണം, സംസാരിക്കണം. വല്യമ്മ എന്ന് പറഞ്ഞൊരു 90 വയസ്സായിട്ടുണ്ടാവും ഇപ്പോ. ഇവിടെ ബോയ്സ് ഒന്നും ഇല്ലയോ? മുകളിൽ ഇവിടെ വാട, ഒരാളിങ്ങനെ വാ, ഇനി വാ 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 കയറിയോ, ഒരാളിങ്ങോ. അല്ലേ വേണ്ടേ? അത് വേണ്ടേ? അത് വേണ്ടേ? തീർച്ചയായും അപ്പൊ കയറി ഒരാളിങ്ങോ. വോയിസ് തരട്ടെ. വാടാ, ഓടിയോ. ആരാ വരുന്നേ? ഓ എടാ വാ. ആ വന്നു. അപ്പൊ സാറിന്റെ വലിയ ഫാനാണ്. അപ്പൊ എന്റെ വല്യുമാക്ക് വേണ്ടി ലൈവായി കാണല്ലോ. അപ്പൊ 2 വാക്ക് പറയാമോ? സൈനബ, കോൾ സൈനബ താ. അല്ലേ ഞാൻ എഡിറ്റ് ചെയ്തതാന്ന് പറയൂ. സൈനബ ഉമ്മ, സന്തോഷം. ഉമ്മ എന്നെ കാണുന്നുണ്ടല്ലോ, കപ്പുമായിട്ടിരിക്കുന്നത് എന്നെ കാണുന്നുണ്ടല്ലോ. ആ അപ്പൊ കൈനിക്കര അംസയുടെ വീട്ടിൽ നിൽക്കുന്ന കൈനിക്കര അംസയുടെ വീട്ടിൽ നിൽക്കുന്ന സൈനബ ഉമ്മ. പോസ്റ്റ് ഓഫീസിന്റെ പേരൂടെ പറ. അപ്പൊ കത്തയച്ചാൽ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ സൈനബ ഉമ്മ വളരെ സന്തോഷം. ഉമ്മയുടെ മോള് ആള് പുലിയാ, അത് സമ്മതിച്ചേ പറ്റൂ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഉമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താലോ? ഒരു ഗിഫ്റ്റ് കൊടുത്താലോ? ആ ഉമ്മ ഫ്ലവേഴ്സ് 1 കോടിയല്ലേ? ഫ്ലവേഴ്സ് 1 കോടി. ഉമ്മ അവിടെ കേട്ട് കാണും കൈനകരിയിൽ. നീ സന്തോഷമായിട്ട് പോയി കിടന്നു തുടങ്ങി. ഞാൻ യൂട്യൂബിൽ സാറ് 1 കോടി ഷോ കാണാന് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഊറ്റിക്കണു വല്യമാനെ. ഓക്കെ, താങ്ക് യു. ആ ഓക്കെ, താങ്ക് യു. നമ്മുടെ 2 ആൺകുട്ടികൾ വന്നല്ലോ. മക്കൾ ഓടി വന്നോ? നേരത്തെ വരാത്തവര് ആർക്കും ഓടി വരാം. അയ്യോ മതി. ആൺകുട്ടികൾ ആരെങ്കിലും ഒരു 2 പേര് 3 പേര് ഓടി വാ. വാ. ബാക്കിയുള്ളവർക്ക് പിന്നീട് നമ്മളൊരു അവസരത്തിലായിക്കോട്ടെ അല്ലേ? ഓക്കെ, ഇത്രയൊക്കെ ഉടുപ്പേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. ഞങ്ങൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് അല്ലേ ഗോപി? അതിനു മുമ്പ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നാഷണൽ ആന്തം പാടിയാണ് അവസാനിപ്പിക്കുക. കാരണം രാജ്യത്തെ വിട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ റെഡിയല്ലേ? അവിടെ റെഡിയല്ലേ? ദേശീയ ഗാനം പ്ലീസ് പ്ലേ. जनगण मन अधिनायक जय हे
भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे താങ്ക് യു താങ്ക് യു താങ്ക് യു